വിവിധ കായികോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി 5 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചതാണ് ആ കാണുന്ന കെട്ടിടം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും നാളിതുവരെയായി കെട്ടിടം തുറന്നു കൊടുത്തിട്ടില്ല. കാരണമെന്തെന്ന് തിരക്കിയാൽ നഗരസഭ പറയും അറിയില്ല എന്ന്. 4.8 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച സ്റ്റേഡിയമാണ് ഇന്ന് കാട് കയറി കിടക്കുന്നത്. 3 കോടിയിലധികം രൂപ തനത് ഫണ്ടും 1 കോടിയിലധികം രൂപ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻറ്റുമാണ് വിനിയോഗിച്ചത്. പക്ഷേ കെട്ടിടം ആർക്കും ഗുണമുണ്ടായില്ല. നാട് നന്നാകുമല്ലോ എന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പണിതിട്ടിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ടും ആർക്കും യാതൊരു പ്രയോജനവും ഇല്ലാതെ ഈ നാട്ടുകാർ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളയാട്ടം നടക്കുന്ന ഒരു സ്ഥലമായി മാറിയത്. പൊടി ഭയങ്കര ജലദോഷമൊക്കെ വരും. എനിക്ക് അലർജിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബോൾ കളിക്കാൻ പറ്റും. ചിലപ്പോൾ കാട് വെട്ടി കളഞ്ഞ ഫുട്ബോൾ കളിക്കാം അല്ലേ? കേട്ടാറില്ല. ടെന്നീസ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ എന്നീ കായിക ഇനങ്ങൾ നടത്തുന്നതിനായാണ് ഇൻഡോർ സ്റ്റേഡിയം പണിതെങ്കിലും ഇവയിൽ ഒന്നുപോലും ഇവിടെ നടത്തിയിട്ടില്ല. നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തന്നെ നമ്മളൊരു 5 പേര് വെച്ച് കളിക്കാനുള്ള ഒരു കോർട്ട് ഇവിടെ നിർബന്ധമായിട്ട് വേണമെന്നുള്ളൊരാവശ്യം ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് പോലും ഒരു തീരുമാനം എന്ത് ചെയ്യണമെന്ന് ഇതുവരെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒരു സ്റ്റേഡിയമാണ്. ഇതൊരു പരിഹാരമില്ലാതെ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ഇതിൻ്റെ അനാസ്ഥ നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ചെവിക്കൊള്ളാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കായികപരമായ വിവിധ ഉദ്ദേശങ്ങളായിരുന്നു കെട്ടിടം നിർമ്മിച്ചതെങ്കിലും കെട്ടിടം ഇപ്പോൾ മാറാന പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ കളമശ്ശേരി നഗരസഭ മറ്റ് വിവിധ ഉദ്ദേശങ്ങളും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. റോഡ് പണിക്കായും മറ്റും കൊണ്ടുവന്നിരിക്കുന്ന വീപ്പകളും മറ്റും ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തീർന്നില്ല, തൊട്ടപ്പുറത്ത് വലിയൊരു മിറ്റിൽക്കൂനയും കാണാം. ഇത് നടപ്പ് വഴിയാണ്. പക്ഷേ ഈ വഴി ഇപ്പോൾ ആളുകൾ നടക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ബിന്ന് ഇനോക്കിൽ അത് ഇതിനകത്ത് ഗോഡൗൺ പോലെയാണ് കൊണ്ടുവച്ചേക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഈ LED ലൈറ്റ് എല്ലാ വാർഡിലും വന്നേക്കണതിൻ്റെ ലൈറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അത് ഓരോ വാർഡിലൊക്കെ വർക്ക് കഴിയുന്നതിനനുസരിച്ച് മാറ്റും. എന്നാലും ഇതൊരു ഗോഡൗൺ പോലെയാണ്. അനാഥമായി കിടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് കായിക ഉപകരണങ്ങൾ വാങ്ങാൻ 12,000-ലധികം രൂപ പിന്നെയും ചെലവഴിച്ചു. മര്യാദയ്ക്ക് പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേഡിയം പണിത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കൂടിയും ചിലവഴിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് പോലും അതിന് ഒരു ഉത്തരവാദിത്വമില്ല. നാട്ടിലെ കുട്ടികളുടെയും യുവാക്കളുടെയും കായിക ക്ഷേമത്തിന് വേണ്ടിയാണ് കോടികൾ മുടക്കി നഗരസഭ ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത്. ചുളിവിലിപ്പോൾ നഗരസഭയ്ക്ക് അതൊരു ഗോഡൗണായെന്ന് മാത്രം. എത്രയും വേഗം ഈ കളിസ്ഥലം തുറന്നു കൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.